ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് ഡൽഹി ക്യാപിറ്റൽസ്. അസമിലെ ഗുവാഹത്തിയിൽ വെച്ച് രാജസ്ഥാൻ റോയൽസിനോടേറ്റ പരാജയത്തിന് ശേഷം ചെന്നൈ സൂപ്പർ കിങ്സ് വീണ്ടും ചെപ്പോക്കിലെത്തുന്നു. ഇത്തവണ ആദ്യത്തെ 2 മത്സരങ്ങളും ജയിച്ച് മികച്ച ഫോമിൽ കുതിക്കുന്ന ഡൽഹി ക്യാപിറ്റൽസ് ആണ് CSKയുടെ എതിരാളികൾ. CSKയുടെ ഈ സീസണിനെ പറ്റി പറയുമ്പോൾ ഇതുവരെ നടന്ന 3 മത്സരങ്ങളിൽ ഒരു വിജയം മാത്രമാണ് അവർക്കുള്ളത്. ആ വിജയം ചെപ്പോക്കിൽ വെച്ച് തന്നെ അവരുടെ ചിരവൈരികളായ മുംബൈ ഇന്ത്യൻസിനെതിരെ ആയിരുന്നു. അന്നത്തെ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ഉയർത്തിയ 156 എന്ന വിജയലക്ഷ്യം ഗെയ്ക്വാദിന്റെ ഒരു മികച്ച ഇന്നിംഗ്സിന്റെ പിന്തുണയോടെ അവർ മറികടന്നു. എന്നാൽ ചെപ്പോക്കിൽ തന്നെ നടന്ന 2ാം മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനോട് അവർ ദയനീയമായി പരാജയപ്പെട്ടു. റൺസിന്റെ കണക്ക് വെച്ച് അത് അവർ ചെപ്പോക്കിൽ നേരിട്ട ഏറ്റവും വലിയ തോൽവിയായിരുന്നു. 50 റൺസിനാണ് RCB CSKയെ തോൽപ്പിച്ചത്. 2007 ശേഷം ആദ്യമായിട്ടാണ് RCB CSKയെ ചെപ്പോക്കിൽ വെച്ച് പരാജയപ്പെടുത്തുന്നത്. അത് കഴിഞ്ഞ് അവരുടെ 3ാം മത്സരം ഈ സീസണിൽ ആദ്യ 2 മത്സരങ്ങളും തോറ്റുനിന്ന രാജസ്ഥാൻ റോയൽസിനോടായിരുന്നു. എന്നാൽ ആ മത്സരവും ജയിക്കാൻ CSKയ്ക്ക് കഴിഞ്ഞില്ല. RCBയുമായിട്ടുള്ള മത്സരത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടി ടൈറ്റ് മാച്ച് ആയിരുന്നു ഇത്. അവസാന ഓവർ വരെ ആകാംക്ഷ നീണ്ടുനിന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് 6 റൺസിനാണ് CSKയെ പരാജയപ്പെടുത്തിയത്. അതോടെ ആദ്യ മത്സരത്തിൽ വിജയിച്ചു തുടങ്ങിയിട്ടും പിന്നീട് തുടർച്ചയായ 2 മത്സരങ്ങളിൽ പരാജയപ്പെടേണ്ടി വന്നു. വിജയ വഴിയിലേക്ക് തിരിച്ചെത്താനായി അവർ ചെപ്പോക്കിലെത്തുമ്പോൾ ഇത്തവണ എതിരാളികൾ ശക്തരാണ്, മികച്ച ഫോമിലുള്ള ഡൽഹി ക്യാപിറ്റൽസ്. ഇനി നമുക്ക് ഡൽഹി ക്യാപിറ്റൽസിന്റെ ഈ സീസൺ നോക്കിയാൽ ഇതുവരെ നടന്ന 2 മത്സരങ്ങളും ജയിച്ചാണ് അവർ ചെപ്പോക്കിലെത്തുന്നത്. അവരുടെ ആദ്യത്തെ മത്സരം ലക്നൗ സൂപ്പർ ജയൻസിനെതിരെയായിരുന്നു. മത്സരത്തിന്റെ ഒരു ഘട്ടത്തിൽ അവർ തോറ്റു എന്ന് വിചാരിച്ചതാണ്. എന്നാൽ അശുതോഷ് ശർമ്മയുടെ ഒരു മികച്ച ഇന്നിംഗ്സ് അവരെ വിജയത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. അടുത്ത മത്സരം സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെയായിരുന്നു. ആ മത്സരം അവർ ഏകപക്ഷീയമായാണ് വിജയിച്ചത്. വിശാഖപട്ടണത്തെ ബാറ്റിംഗ് ഫ്രണ്ട്ലി കണ്ടീഷനിൽ സൺറൈസേഴ്സിനെ പോലൊരു ബാറ്റിംഗ് ഹെവി ആയിട്ടുള്ള ഒരു യൂണിറ്റിനെ 163 എന്ന താരതമ്യേന കുറഞ്ഞ സ്കോറിൽ ഒതുക്കാനും അത് 16 ഓവറുകൾക്കുള്ളിൽ ചേസ് ചെയ്ത് വിജയിക്കാനും ഡൽഹി ക്യാപിറ്റൽസിനായി. ഈ 2 വിജയങ്ങളുടെ ആത്മവിശ്വാസവുമായാണ് അവർ ചെപ്പോക്കിലെത്തുന്നത്. 2010 ഡൽഹി ക്യാപിറ്റൽസ് അവസാനമായി ചെപ്പോക്കിൽ വിജയിച്ചത്. RCB ചെപ്പോക്കിൽ ചരിത്രം തിരുത്തി കുറിച്ചതുപോലെ തങ്ങൾക്കും കഴിയുമെന്ന വിശ്വാസത്തിലാണ് ഡൽഹി ക്യാപിറ്റൽസ് ഇത്തവണ എത്തുന്നത്. നമ്മൾ CSKയുടെ ടീമിലേക്ക് നോക്കുകയാണെങ്കിൽ അത്ര നല്ലതല്ല കാര്യങ്ങൾ. RCBക്കെതിരായ മത്സരശേഷം സ്റ്റീഫൻ ഫ്ലെമിംഗ് ഗ്രൗണ്ട്സ്മാൻമാരുമായിട്ട് കുറെ നേരം സംസാരിച്ചിരുന്നു. അതിനുശേഷം വന്ന പ്രസ് കോൺഫറൻസിലും പിച്ചിനെ പറ്റിയുള്ള പുള്ളിയുടെ ആശങ്കകൾ അദ്ദേഹം മറച്ചുവെച്ചില്ല. കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് അവർ വിചാരിക്കുന്ന രീതിയിലല്ല ചെപ്പോക്ക് പിച്ച് ബിഹേവ് ചെയ്യുന്നതെന്ന് സ്റ്റീഫൻ ഫ്ലെമിംഗ് തുറന്നു പറഞ്ഞു. നമ്മളിപ്പോൾ CSKയുടെ സ്ക്വാഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്പിൻ ഫ്രണ്ട്ലി പിച്ചിൽ ഡോമിനേറ്റ് ചെയ്യുന്ന രീതിയിലാണ് അവർ ആ സ്ക്വാഡ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. രവിചന്ദ്രൻ അശ്വിൻ, രവീന്ദ്ര ജഡേജ, നൂർ അഹമ്മദ് തുടങ്ങി വേൾഡ് ക്ലാസ് സ്പിന്നർമാരാണ് അവരുടെ സൈഡിലുള്ളത്. ഒരു സ്പിൻ ഹെവി യൂണിറ്റ് ആണെന്ന് തന്നെ പറയാം. അപ്പോൾ അതിന് വേണ്ട രീതിയിലുള്ള പിന്തുണ ചെപ്പോക്ക് പിച്ചിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ അത് അവരുടെ ആ ഒരു ക്യാമ്പയിനെ തന്നെ വല്ലാതെ ബാധിക്കും. അതുകൊണ്ട് തന്നെയാണ് തന്റെ നിരാശ സ്റ്റീഫൻ ഫ്ലെമിംഗ് മറച്ചു വെക്കാതിരുന്നത്. ഇനി ഇവരുടെ ടീമിലും കുറേയേറെ ആശങ്കകളുണ്ട്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഗെയ്ക്വാദിന്റെ പാർട്ടിസിപ്പേഷൻ. ഈ മാച്ചിൽ നമ്മുടെ ക്യാപ്റ്റൻ കൂടിയായ ഋതുരാജ് ഗെയ്ക്വാദിന്റെ പാർട്ടിസിപ്പേഷൻ അനിശ്ചിതത്വത്തിലാണ്. അപ്പോൾ ഒരു ഇഞ്ചുറി സ്കെയർ ഉണ്ട്. അപ്പോൾ എന്തായാലും ഗെയ്ക്വാദിന് ഈ മത്സരത്തിൽ കളിക്കാൻ പറ്റുമോ എന്ന കാര്യം തീർച്ചയായിട്ടില്ല. അങ്ങനെ ഗെയ്ക്വാദിന് കളിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ധോണി ഒരു തവണ കൂടി CSKയുടെ നായകന്റെ കുപ്പായം വീണ്ടും അണിയും. അങ്ങനെ ഗെയ്ക്വാദിന് കളിക്കാൻ സാധിക്കാതെ വരികയാണെങ്കിൽ അത് അവരുടെ ബാറ്റിങ്ങിന് കനത്തൊരടിയായിരിക്കും. ഇപ്പോൾ ക്യാപ്റ്റൻസിയുടെ കാര്യം പ്രശ്നമില്ല, ധോണി ഉള്ളതുകൊണ്ട് ധോണി അത് നന്നായിട്ട് മാനേജ് ചെയ്യും. ഒരു പക്ഷേ വേണമെങ്കിൽ ഗെയ്ക്വാദിനേക്കാൾ മികച്ച രീതിയിൽ ധോണി ക്യാപ്റ്റൻസി മാനേജ് ചെയ്യും. പക്ഷേ ബാറ്റിങ്ങിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് കനത്തൊരു തിരിച്ചടിയാണ്. ഇപ്പോൾ കഴിഞ്ഞ മത്സരങ്ങൾ നോക്കി അവരുടെ ഫോമിലുള്ള ഒരു താരം എന്ന് പറയുന്നത് ഗെയ്ക്വാദാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അവരുടെ ടീമിൽ സ്വാഭാവികമായിട്ട് മാറ്റം വരും. ഇനി ഗെയ്ക്വാദ് ടീമിൽ ഉണ്ടെങ്കിൽ തന്നെ ഡെവൻ കോൺവേ ടീമിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഇപ്പോൾ കഴിഞ്ഞ പ്രിവ്യൂ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. കാരണം അങ്ങനെ വരുമ്പോഴാണ് അവരുടെ ബാറ്റിംഗ് ഒന്നുകൂടെ സ്ട്രെങ്തൻ ആവുള്ളൂ. ഇപ്പോൾ ഗെയ്ക്വാദ് ഉള്ളപ്പം തന്നെ കോൺവേ ഗെയ്ക്വാദ് ഓപ്പണിംഗ് ഇറങ്ങി രച്ചിൻ രവീന്ദ്ര വൺ ഡൗൺ ഇറങ്ങണമെന്നാണ് ഞാൻ അപ്പോൾ നമ്മുടെ കഴിഞ്ഞ പ്രിവ്യൂ വീഡിയോയിലൊക്കെ അഭിപ്രായപ്പെട്ടത്. ഇപ്പോൾ ഇത്തവണ ഗെയ്ക്വാദ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഡെവൻ കോൺവേ തന്നെയായിരിക്കും ഓപ്പൺ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ജെയ്മി ഓർട്ടന്റെ സ്ഥാനത്ത് ഒരു ഇന്ത്യൻ സീമർ, പ്രിഫറബിളി ഒന്നെങ്കിൽ അൻഷുൽ കമ്പോജോ അല്ലെങ്കിൽ മുകേഷ് ചൗധരി ആയിരിക്കും. അങ്ങനെയായിരിക്കും അവർ ഗെയ്ക്വാദ് ഇല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ മാനേജ് ചെയ്ത് പോവുക. ഇനി ഗെയ്ക്വാദ് ഉണ്ടെങ്കിൽ കൂടിയും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഡെവൻ കോൺവേ ടീമിലേക്ക് വന്നിട്ട് നമ്മുടെ രച്ചിൻ രവീന്ദ്ര വൺ ഡൗൺ ഇറങ്ങണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ ആ ഒരു ടോപ്പ് 3 സോൾഡ് ആവും. പിന്നെ ഒരു ഫോം ഇഷ്യൂ ഉള്ളത് ത്രിപാഠിയാണ്. അപ്പോൾ രാഹുൽ ത്രിപാഠിക്ക് ആദ്യം ഓപ്പണിംഗ് ഇറങ്ങിയിട്ട് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതുപോലെ തന്നെ ദീപക് കൂടെ ഔട്ട് ഓഫ് ഫോം ആയിരുന്നു. പകരം വിജയ് ശങ്കർ വന്നു. വിജയ് ശങ്കറിനും കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ആദ്യത്തെ മത്സരങ്ങളിൽ സാം കറാനെ യൂസ് ചെയ്തു, പുള്ളിക്കും കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു മിഡിൽ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ശിവം ദുബെയാണ്. ഇപ്പോൾ ശിവം ദുബെ കളിച്ചോ എന്ന് ചോദിച്ചാൽ കളിച്ചുവെങ്കിലും തൻ്റെ ആ ഒരു പേരിന് ഒരു പ്രൂവൺ സിക്സിറ്റർ ആണ്, ഒരു സ്പിൻ മർഡർ എന്നൊക്കെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന താരമാണ് ശിവം ദുബെ. അവരുടെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ പവർ ഹിറ്റർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന താരം ശിവം ദുബെയാണ്. അപ്പോൾ ശിവം ദുബെയും തൻ്റെ ആ ഒരു സ്റ്റാച്ചറിന് അനുസരിച്ചുള്ളൊരു പെർഫോമൻസ് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ ബാറ്റിങ്ങിൽ കുറേയേറെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഡെവൻ കോൺവേ ഇനി ഗെയ്ക്വാദിന് ഇഷ്യൂ ഇല്ലെങ്കിലും കോൺവേയും കൂടെ ടോപ്പിൽ വന്നിട്ട് ആ ഒരു ടോപ്പ് 3 ഒന്ന് സോൾഡ് ആക്കുക. ഇപ്പം നമ്മളിപ്പോൾ ഗുജറാത്ത് ടൈറ്റൻസിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവരെ ഷോൾഡർ ചെയ്യുന്നത് തന്നെ ആ ഒരു ടോപ്പ് 3 ആണ്, ഗില്ല്, സുദർശൻ, ബട്ട്ലർ. അതുപോലെ ഒരു ടോപ്പ് ഹെവി ആയിട്ടുള്ള ലൈനപ്പായിട്ട് ഇറങ്ങുകയായിരിക്കും ഇവരുടെ ഒരു പെർഫോമൻസ് നല്ലത്. കാരണം മിഡിൽ ഓർഡർ വീക്കാണ്, അതിൽ നിന്ന് കാര്യമായിട്ടുള്ള പെർഫോമൻസ് വരുന്നില്ല.
നമുക്കറിയാം 7ാം നമ്പർ ജഡേജയാണ്, 8ാം നമ്പറിൽ ധോണിയാണ്. ഇപ്പോൾ ധോണിയെ സംബന്ധിച്ച് ഇപ്പോൾ സ്റ്റീഫൻ ഫ്ലെമിംഗ് തന്നെ പറഞ്ഞു ധോണിക്ക് ഒരു ലോങ് ഇന്നിങ്സ് കളിക്കാൻ സാധിക്കില്ല, അതുകൊണ്ടാണ് അവസാനം 10-12 ബോളുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഇറങ്ങുന്നത്. അപ്പോൾ ധോണി ആ ഒരു 10 ബോളുകളിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ കൂടുതൽ നമുക്ക് ധോണിയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്നാണ് കോച്ച് കൂടിയായ സ്റ്റീഫൻ ഫ്ലെമിംഗ് പറഞ്ഞത്. അപ്പോൾ ഇവർക്ക് ഈ ഒരു ബാറ്റിംഗ് ഒന്ന് സ്ട്രെങ്തൻ ആക്കുക എന്നുള്ളതിന് ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നെയാണ് വഴി. എൻ്റെ അഭിപ്രായം അതാണ്. ഒരുപക്ഷെ നാളെ ഇനി ഗെയ്ക്വാദ് ഇല്ലെങ്കിൽ കോൺവേ എന്തായാലും കളിച്ചേക്കാം. ഇനി ഗെയ്ക്വാദ് ഉണ്ടെങ്കിലും ഞാനിപ്പോൾ പറഞ്ഞ പോലെ കോൺവേയും കൂടെ കളിപ്പിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇനി ബൗളിംഗ് നോക്കിക്കഴിഞ്ഞാൽ ചെപ്പോക്കിലാണ്, അതുകൊണ്ട് തന്നെ 3 സ്പിന്നേഴ്സുമായിട്ടായിരിക്കും അവർ ഇറങ്ങുക. നൂർ അഹമ്മദിന്റെ കാര്യം പറയേണ്ട കാര്യമില്ല, മികച്ച ഫോമിലാണ്. ഇതേവരെയുള്ള 3 മത്സരങ്ങളിൽ നിന്ന് തന്നെ 9 വിക്കറ്റുകൾ നേടിക്കഴിഞ്ഞു. പുള്ളി ഒരു ഷുവർ ഷോട്ട് സക്സസ് ആയിരിക്കും ഓൾമോസ്റ്റ് ആ ഒരു പിച്ചിൽ. പിന്നുള്ളത് ജഡേജയും അശ്വിനുമാണ്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും കാര്യമായിട്ടൊരു പെർഫോമൻസ് നടത്താൻ, ഒരു മാച്ച് വിന്നിംഗ് പെർഫോമൻസോ അല്ലെങ്കിൽ ആ മിഡിൽ ഓവേഴ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് വിക്കറ്റ് എടുക്കാനോ കഴിഞ്ഞിട്ടില്ല. അശ്വിനെ ഗെയ്ക്വാദ് പവർ പ്ലേയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അശ്വിനെ പവർ പ്ലേയിൽ യൂസ് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് അടി വാങ്ങി. അശ്വിൻ്റെ മിഡിൽ ഓവേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അശ്വിൻ കുഴപ്പമില്ല, ഒരു 7.5 എറൗണ്ട് ഇക്കോണമിയിലാണ് എറിഞ്ഞു മാറുന്നത്. പക്ഷേ പവർ പ്ലേയിൽ നന്നായിട്ട് അടി വാങ്ങി. എന്തോ 3 ഓവർ എന്തോ പവർ പ്ലേയിൽ എറിഞ്ഞിട്ട് ഏകദേശം 50-ന് 49 ആണെന്ന് തോന്നുന്നു. അപ്പോൾ അത്രയും റൺസ് അശ്വിൻ പവർ പ്ലേയിൽ വാങ്ങി. അപ്പോൾ അശ്വിനെ പവർ പ്ലേയിൽ യൂസ് ചെയ്യുന്നത് ഒരു നല്ല നീക്കമായിട്ട് തോന്നുന്നില്ല. പണ്ട് എറിഞ്ഞിട്ടുണ്ട്, ഓക്കെ ശരിയാണ്, പക്ഷേ ഇപ്പോൾ റീസെൻറ്റ് ടൈംസിൽ അശ്വിനെ പവർ പ്ലേയിൽ യൂസ് ചെയ്യുന്നത് അത്ര നന്നായിട്ട് തോന്നിയിട്ടില്ല. ഇനി പവർ പ്ലേയിൽ ഒരു സ്പിന്നറെ യൂസ് ചെയ്യണമെങ്കിൽ നൂർ അഹമ്മദിനെ തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നൂറിനെ റീഡ് ചെയ്യാനാണ് ബുദ്ധിമുട്ട്. അപ്പോൾ നൂറിനെ തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ പതിരാന ഡെത്ത് ഓവേഴ്സ് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് ബോൾ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ പവർ പ്ലേയിലൊന്നും പതിരാന ഇതേവരെ അവർ യൂസ് ചെയ്തിട്ടില്ല. നഥാൻ എല്ലിസ് ഉണ്ട് ടീമിൽ, അതായത് സ്ക്വാഡിലുണ്ട്. പവർ പ്ലേയിൽ ഖലീൽ നന്നായിട്ട് ബോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഖലീലിനെ കോംപ്ലിമെൻറ്റ് ചെയ്യാൻ നല്ലൊരു ബോളർ ഇല്ല. അപ്പോൾ വേണമെങ്കിൽ അവർക്ക് പതിരാനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കോൺവേ കൊണ്ടുവന്നിട്ട് അൻഷുൽ കമ്പോജിനെയോ മുകേഷ് ചൗധരിയോ ടീമിലിട്ട് അവരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കാരണം ഇപ്പം നമ്മൾ സാംഗ്രൻ എറിഞ്ഞപ്പോഴായാലും കഴിഞ്ഞ ദിവസം ജെയ്മി ഓവർട്ടൺ വന്നിട്ട്, ജെയ്മി ഓവർട്ടൺ ഒരു ന്യൂ ബോൾ ബോളർ അല്ല. പുള്ളി 2 ഓവറിൽ 30 റൺസ് എന്തോ ആണ് കൊടുത്തത്. പുള്ളിയെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, പുള്ളി ഒരു ന്യൂ ബോൾ ബോളർ അല്ല. അപ്പോൾ ഖലീൽ അഹമ്മദ് നല്ലൊരു രീതിയിൽ ഒരു ഓവർ എറിഞ്ഞ് വെക്കുമ്പോൾ തൊട്ടടുത്ത് വരുന്ന ആൾ റൺസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫസ്റ്റ് ഓവറിൽ ക്രിയേറ്റ് ചെയ്യുന്ന പ്രഷറൂടെ പോകും. അപ്പോൾ അതുകൊണ്ട് ഖലീലിന് കോംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടൊരു ബോളർ എന്തായാലും വേണം. അതോ അവർക്ക് യൂസ് ചെയ്യാവുന്ന ഒന്നെങ്കിൽ പതിനാനെ ട്രൈ ചെയ്ത് നോക്കാം. പതിനാന് സ്കിൽഫുൾ ആയിട്ടുള്ള ബോളറാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫ്ലോപ്പ് ആണെങ്കിൽ പിന്നെ വേറെ ഒരു ആളെ പറ്റി ആലോചിക്കാം. ഇവർ ട്രൈ ചെയ്ത് നോക്കിയാലേ നമുക്ക് നടക്കൂ ഇല്ലയോ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം ഒന്നെങ്കിൽ പതിനാനെ ട്രൈ ചെയ്ത് നോക്കാം. ഇനി എല്ലിസിനെ കൊണ്ടുവരാനായിട്ട് പാടാണ്. എല്ലിസിനെ കൊണ്ടുവരണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അപ്പം മുകളിൽ ടോപ്പിൽ ചേഞ്ച് ചെയ്യേണ്ടി വരും. ഇപ്പം അല്ലെങ്കിൽ നമുക്ക് കോൺവേ കളിപ്പിക്കാതെ തന്നെ ജെയ്മി ഓവർട്ടന് പകരം നമുക്ക് എല്ലിസിനെ കൊണ്ടുവരാവുന്നതാണ്. പക്ഷെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ബാറ്റിങ് വീക്കാവും. അപ്പം ഒന്നെങ്കിൽ ഇവർ ജെയ്മി ഓവർട്ടന് വരെ എല്ലിസിനെ കളിപ്പിക്കുക, ബോളിംഗ് സ്ട്രോങ് ആക്കുക, എന്നിട്ട് ഉള്ളവർ സ്റ്റെപ്പപ്പ് ചെയ്യുക, അതായത് ബാറ്റിംഗ് യൂണിറ്റിലുള്ളവർ സ്റ്റെപ്പപ്പ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ കോൺവേ കൊണ്ടുവരിക, പതിനാനെ ഒന്ന് പവർ പ്ലേയിൽ ട്രൈ ചെയ്ത് നോക്കുക, ഓരോ ഓവറോ വല്ലതും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് പറ്റിയില്ലെങ്കിൽ നമ്മൾ അൻഷുൽ കമ്പോജിനെയോ മുകേഷ് ചൗധരിയോ കൊണ്ടുവന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ അതൊന്ന് സോർട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇവർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന കോമ്പിനേഷൻസ് ആണ് ഇതെല്ലാം. കാരണം ഇതേവരെ സക്സസ്ഫുൾ ആയിട്ടില്ല. അപ്പോൾ ഒരു മത്സരം ജയിച്ചു എന്നേ ഉള്ളൂ, ബാക്കി 2 പിന്നെ പരാജയപ്പെട്ടു. അതുകൊണ്ട് അത്ര സക്സസ്ഫുൾ ആയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് നമ്മുടെ CSKയുടെ സൈഡിലുണ്ട്. ഡൽഹിയുടെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം അവർ 2 മത്സരം ജയിച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഒരു വിന്നിങ് മൊമെന്റത്തിലുള്ളപ്പോൾ നമുക്ക് പെട്ടെന്ന് പ്രശ്നങ്ങളൊന്നും ചൂണ്ടിക്കാണിക്കാൻ കഴിയത്തില്ല. ഇനി ഭാവിയിൽ ഒരു പക്ഷേ 1-2 മത്സരങ്ങൾ അടുപ്പിച്ച് നോക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മളിപ്പോൾ വിജയത്തിനിടയ്ക്ക് കാണാതെ പോയ എന്തെങ്കിലുമൊക്കെ ഡെഫിഷ്യൻസീസ് നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ ഇപ്പം അവരെ സംബന്ധിച്ച കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഓപ്പണിങ്ങിൽ ഡുപ്ലസി എന്ന് വെച്ചാൽ 40 വയസ്സിന് മുകളിലായിട്ടും ആ ഒരു ഫിറ്റ്നസ് ആയാലും പെർഫോമൻസ് ആയാലും ആ ഒരു ഫീൽഡിങ്ങും ഒന്നും ഒരു കുഴപ്പമില്ല. ഇപ്പോൾ റൺ സ്കോറിംഗ് ഉണ്ട്, ഒരു ലീഡർഷിപ്പ് എബിലിറ്റി ഉണ്ട്, അതുപോലെ ഫീൽഡിങ് സൂപ്പറാണ്. അപ്പോൾ അങ്ങനെ ഡുപ്ലസി പ്രോപ്പറായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ അങ്ങോട്ട് വരുന്ന ഓരോ താരങ്ങളായാലും ഇപ്പം മഗ്ഗർക്കിൻ്റെ ബാറ്റിൽ നിന്ന് പുള്ളിയെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു അറ്റാക്കിംഗ് ഇതുണ്ടല്ലോ, ആ ഒരു ലെവലിൽ എത്തിയിട്ടില്ലെങ്കിലും കഴിഞ്ഞ കളി കോൺട്രിബ്യൂട്ട് ചെയ്തു. പുള്ളിയുടെ സ്ഥിരം സ്ട്രൈക്ക് റേറ്റിലോട്ട് വന്നിട്ടില്ല. പക്ഷേ ഡുപ്ലസി ഒരു സൈഡിൽ നിന്ന് അടിക്കുന്നുണ്ട്, അത് വലിയ പ്രശ്നമായിട്ട് പോകുന്നില്ല. പിന്നെ വന്ന് രാഹുൽ കഴിഞ്ഞ കളി 4 പന്തേ കളിച്ചുള്ളൂവെങ്കിലും പണ്ട് നമ്മൾ പഞ്ചാബിൽ കണ്ട രാഹുലിൻ്റെ ഒരു അവതാരം പോലെയാണ് എനിക്ക് തോന്നിയത്. അതായത് വെറും 4 പന്തുകളിൽ നിന്ന് ഒരു 6ഉം 2 4ഉം ഒക്കെ അടിച്ച് ഷമിയെ നന്നായിട്ട് അറ്റാക്ക് ചെയ്തു. അപ്പം ആ ഒരു രീതി തന്നെയാണോ ഇനിയുള്ള മത്സരങ്ങളിലും രാഹുൽ പിന്തുടരുന്നതെന്ന് അറിയില്ല. പക്ഷേ ആ ഒരു പുള്ളിയുടെ ആ ഒരു സ്റ്റൈലിൽ കാണാനാണ് എനിക്കിഷ്ടം. കാരണം 14 പന്തിൽ 50 ഒക്കെ അടിച്ചിട്ടുണ്ട് പണ്ട്, ഇപ്പോഴല്ല. അപ്പോൾ ഇപ്പം പിന്നെ കുറച്ചുകൂടി റിസർവ്ഡ് ആയിട്ടുള്ള, കുറച്ചുകൂടെ മെച്യൂർഡ് ആയിട്ടുള്ള നോക്സ് കളിക്കുന്ന രാഹുലിനെയാണ് നമുക്ക് റീസെൻ്റ്ലി അറിയാവുന്നത്. പക്ഷേ എനിക്ക് ആ പഞ്ചാബിൽ കളിച്ചിരുന്ന ടൈപ്പ് രാഹുലിനെയാണ് ഇഷ്ടം. പിന്നീട് നമുക്ക് നോക്കി അശുതോഷ് സൂപ്പർ ഫോമിലാണ്. പിന്നീട് വിപ്രശ് എന്ന് പറയുന്ന ഒരു പുതിയ താരം വന്നു, പുള്ളി നന്നായിട്ട് കളിച്ചു. ഇപ്പം ബോളിങ്ങിലായാലും ബാറ്റിങ്ങിലായാലും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ടീമിൽ ഇപ്പം അഭിഷേക് പോറലിൻ്റെ കാര്യം പറഞ്ഞാൽ 1 ഡൗൺ ആയിട്ട് ഡീസൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ ക്യാപ്റ്റൻ കൂടി അക്ഷർ പട്ടേൽ നമുക്കറിയാം ഏത് പൊസിഷനിലും കളിപ്പിക്കാവുന്ന താരമാണ്. അതുപോലെ നല്ലൊരു സ്പിന്നറാണ്. പിന്നെ സ്റ്റബ്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും അവരവരുടേതായ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്.
മിച്ചൽ സ്റ്റാർക്ക്. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ SRHന്റെ ആ ഒരു ടോപ്പ് ഓർഡറിനെ ഡെൻറ്റ് ചെയ്തത് സ്റ്റാർക്കാണ്. സ്റ്റാർക്ക് പിന്നീട് ബാക്ക് എൻഡിൽ വന്ന് വിക്കറ്റ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും അവരുടെ ടീമിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ടീമിൽ ഒരു ചേഞ്ചിന് സാധ്യതയില്ല. ഇനിയിപ്പം ചെപ്പോക്കിൽ ഒരു സ്പിൻ പിച്ച് ആണെങ്കിലും അവർക്ക് കുൽദീപ് യാദവ് ഉണ്ട്. കുൽദീപ് യാദവ് ഈ 2 മത്സരത്തിലും 6-ൽ താഴെയാണ് ഇക്കോണമി റേറ്റ്. 2 മത്സരത്തിലും നല്ല ഡീസൻ്റ് ആയിട്ട് ബോൾ ചെയ്യുകയും ചെയ്തു, വിക്കറ്റ് ഇടുകയും ചെയ്തു. അപ്പോൾ ഇനി ഒരു സ്പിൻ പിച്ച് ആണെങ്കിലും, അതായത് ഇവർ ഒരു സ്പിൻ പിച്ചാണ് ഒരുക്കുന്നതെങ്കിലും ആ ഒരു കണ്ടീഷൻസിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഇവർക്കുണ്ട്. അതായത് കുൽദീപ് യാദവ് ഉണ്ട്, അതുപോലെ അക്ഷർ പട്ടേൽ ഉണ്ട്, വിപ്രജ് നിഗം ഒരു പുതിയ താരമാണ്. അത് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ കൂടിയും ഡീസൻ്റ് ആയിട്ടാണ് ബോൾ ചെയ്തത്. അപ്പോൾ അവിടെ 3 സ്പിന്നേഴ്സ് ഉണ്ട്. ഇവിടെ 3 പറയാൻ പറ്റത്തില്ലെങ്കിലും നമുക്കറിയാം അക്ഷർ പട്ടേലും കുൽദീപ് യാദവും ഹൈ ക്ലാസ് സ്പിന്നേഴ്സ് തന്നെയാണ്. ഇപ്പോൾ വിപ്രജ് നിഗം ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, ഇവർക്കും ഒരു സ്പിൻ പിച്ച് ആണെങ്കിൽ കൂടി അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയൊരു ലൈനപ്പ് നമുക്ക് DC-ക്ക് ഉണ്ടെന്ന് തന്നെ പറയാം. ഇനി ഇവരുടെ ടീമിൽ വലിയ ചേഞ്ചസ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നടരാജൻ ഉണ്ട്, അവരുടെ ബെഞ്ചിലുണ്ട്. പക്ഷേ ഇഞ്ചുറിയിൽ നിന്ന് ഫുള്ളായിട്ട് റിക്കവർ ആയിട്ടില്ല. അപ്പോൾ അങ്ങനെ റിക്കവർ ആവുകയാണെങ്കിൽ എന്താണ്, നടരാജൻ ഒരു പക്ഷേ ടീമിൽ കണ്ടേക്കാം. പക്ഷേ അതിന് ചാൻസ് കുറവാണ്. അല്ലാതെ വലിയ ചേഞ്ചസ് കാണില്ല. ഡൽഹി ടീമിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ചെന്നൈയുടെ കാര്യം ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഡൽഹി ഒരു സെയിം സ്ക്വാഡ് ആയിരിക്കും. ഒരേ ഒരു ചേഞ്ച് വരാൻ സാധ്യത, നടരാജൻ ഫിറ്റ് ആണെങ്കിൽ നടരാജൻ ടീമിലുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം അത്രേ ഉള്ളൂ നമുക്ക് ടീം കോമ്പിനേഷൻ വരുമ്പോൾ. പിച്ചിൻ്റെ കാര്യം നമുക്കറിയാം. ഇപ്പോൾ സാധാ ഒരു ചെപ്പോക്ക് പിച്ച് പോലെ അല്ലെന്ന് സ്റ്റീഫൻ ഫ്ലെമിംഗ് തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഒരു സ്പിൻ പിച്ചാണ് CSK ആഗ്രഹിക്കുക. അങ്ങനെയാണെങ്കിൽ കുറച്ച് സ്ലോ, കുറച്ച് ഗ്രിപ്പിംഗ് ഒക്കെ ആയിരിക്കും. പിന്നെ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു സ്ലോ പിച്ച് ആണെങ്കിൽ ചെന്നൈക്ക് പൂർണ്ണമായിട്ട് നമുക്ക് മുൻതൂക്കം കൊടുക്കാൻ കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ അപ്പുറത്തെ സൈഡിലും നല്ല വേൾഡ് ക്ലാസ് സ്പിന്നേഴ്സ് ഉണ്ട്. അപ്പോൾ അത് ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടീഷൻ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയൊരു സ്പിന്നേഴ്സ് ഉണ്ട്. അപ്പം എന്തായാലും CSKയുടെ സ്ട്രെങ്ത് ഒരു സ്പിൻ തന്നെയാണ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള പിച്ചായിരിക്കും അവർ ആഗ്രഹിക്കുക. പക്ഷെ നമുക്ക് കൺഫേം പറയാൻ പറ്റത്തില്ല. കാരണം ചെപ്പോക്കിലെ പിച്ച് ഈയിടെ ആയിട്ട് ആ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്പിന്നെ തുടങ്ങുന്ന പിച്ചല്ല, ഒരു ഏറിയും കുറഞ്ഞൊക്കെ ഇരിക്കുന്ന പോലെയാണ്. അതുകൊണ്ട് തന്നെയാണ് സ്റ്റീഫൻ ഫ്ലെമിംഗും ആ ഒരു ഇതിനെപ്പറ്റി പരാതിപ്പെട്ടത്. അപ്പോൾ അങ്ങനെയാണ് പിച്ചിൻ്റെ കാര്യം. പിന്നീട് എനിക്ക് എന്ന് പറയുന്നത് ഒരു പ്ലേയേഴ്സ് ടു വാച്ച് ഔട്ട് ഫോർ. ഇവിടെ എന്ന് വെച്ചാൽ ഒന്ന് ഖലീൽ അഹമ്മദ് DC-ക്ക് വേണ്ടി നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച പ്ലെയർ ആണ്. ഇപ്പോൾ ചെന്നൈയിലേക്ക് വന്നു. അപ്പം നമുക്ക് നമ്മുടെ DC നോക്കിക്കഴിഞ്ഞാൽ ഡുപ്ലസി RCBയിൽ നിന്നാണ് നമ്മുടെ ഇവിടേക്ക് വരുന്നത്. നമ്മുടെ DC-യിലേക്ക് വരുന്നതെങ്കിലും നല്ല ഒരുപാട് വർഷം നമ്മുടെ CSKക്ക് വേണ്ടി കളിച്ച പ്ലെയറാണ്. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു ഫേസ് ഓഫ് എങ്ങനെയായിരിക്കും ഖലീൽ അഹമ്മദ് ഡുപ്ലസി ആ ഒരു ബാറ്റിൽ വരിക. അതുപോലെ തന്നെ ഇനി സ്പിൻ പിച്ച് ആണെങ്കിൽ ഏത് ടീമായിരിക്കും, അതായത് സ്പിന്നെ തുടങ്ങുന്ന പിച്ചാണെങ്കിൽ നമ്മുടെ അക്ഷർ പട്ടേൽ, കുൽദീപ് യാദവ്, വിപ്രജ് നിഗം കോംബോ ആയിരിക്കുമോ, അല്ലെങ്കിൽ അശ്വിൻ, ജഡേജ, നൂർ അഹമ്മദ് കോംബോ ആയിരിക്കും കൂടുതൽ ലീഥലാവുക. അപ്പോൾ അതനുസരിച്ചിരിക്കും നമ്മുടെ ഈ മത്സരത്തിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ബാറ്റിൽസ് ഒക്കെയാണ് ഞാൻ ഉറ്റുനോക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ചെപ്പോക്കിൽ വിജയ വഴിയിലേക്ക് തിരിച്ചെത്താൻ ചെന്നൈ സൂപ്പർ കിങ്സിനാവുമോ, അതോ ഡൽഹി ക്യാപിറ്റൽസ് തുടർച്ചയായ 3ാം വിജയം നേടുമോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.